നീ ഇപ്പൊ വല്ലാണ്ട് മൂഡ് ഓഫാ. ആ മൂഡ് ഓഫ് ഇവിടെ കാണിക്കരുത്. എനിക്കെങ്ങനെ ആക്ട് ചെയ്യാനൊന്നും അറിയില്ല രാജു. മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെന്റെ ഫേസിൽ കാണും. പ്ലീസ് ഋതു, നീ മൂഡ് ഓഫ് ആയാലേ അത് ഇവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കും. രണ്ടുപേരോടും മാറി മാറി ചോദിക്കും. പ്രത്യേകിച്ചും എൻ്റെ അച്ഛനും അമ്മയും. അതിന് എന്ത് മറുപടി നമ്മൾ പറയും? പിന്നെ ഞാനും ഋതുവും തമ്മിൽ എന്തെങ്കിലും വഴക്കാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. പ്ലീസ്. ഞാൻ ശ്രമിക്കാം. വാ. രാജു, ഞാനിപ്പോ വരാം. നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? അല്ല, ഞാൻ വിഷമിക്കുന്നൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാവും. ഹരീഷ് വളരെ നല്ലവനാ. അവന് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എന്നോട് ഋതുവിനോടും നേരിട്ട് പറഞ്ഞല്ലേ. നീ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് കലക്കരുത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. വേദനയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ അതെല്ലാം ശരിയാകുമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതാണ് നമുക്കുണ്ടാവേണ്ടത്. ദേ, ഒന്നിനും ഒരു അവസാന വാക്കല്ല. നീ സമാധാനായിട്ടിരിക്കേ. ശരി ഏട്ടാ. ഏട്ടാ, എന്താ മോളെ? ഹരീഷ് നാളെയെങ്കിലും വരുമായിരിക്കും അല്ലേ? അവൻ ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് വരും. അതൊരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും. ദേവി, ഭഗവതി, വാ. കാലവർഷമായി. മോൻ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുത്. മഴ പെയ്യും. മോന് സുഖമില്ലാത്തതാ, കേട്ടല്ലോ. മഴ നനയരുത്. ഇല്ല ചേച്ചി, മഴ നനയില്ല. എന്നാ നിങ്ങൾ ചെല്ല്. എന്റെ കൃഷ്ണ ഭഗവാനെ, എങ്ങോട്ടായി പോക്ക്? ഇതെവിടെ ചെന്ന് അവസാനിക്കും?